നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നാട്ടിലെ നാളികേരിടാൻ രാഘവ മാത്രമുള്ള വേറൊരാളില്ല. എന്തോരം പൈസ ഉണ്ടാക്കുന്നേ. എന്റെ ഇക്കയ്ക്ക് മരക്കച്ചവടം ഒക്കെ നിർത്തിയിട്ട് ഒന്ന് തെങ്ങ് കയറിക്കൂടെ? എന്റെ സുലു, ഞാൻ നന്നായിട്ട് മരം കയറും. ആണോ? പിന്നെ കയറും. ഉമ്മക്ക് ഒരു കാര്യം അറിയോ? പണ്ടൊരിക്കലേ നമ്മുടെ വീട്ടിലായിരിക്കുമ്പം അമ്പിളിക്ക് എനിക്കൊരു ലെറ്റർ റോക്കറ്റ് പോലെ വിട്ടു. അതാണെങ്കിലോ ഒരു മരക്കൊമ്പിൽ ഉടക്കി. ഈ നിൽക്കുന്ന വാപ്പ അത് കണ്ടേ. വാപ്പയ്ക്കാണെങ്കിൽ അതിൽ എന്താ എഴുതിക്കുന്നതെന്ന് കണ്ടേ മതിയാവുള്ളൂ. ആന്നേ. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് തിരിച്ചിറക്കാനേ ഫയർഫോഴ്സ് വരേണ്ടി വന്നു. അതെന്താ പറ്റി? വാപ്പയ്ക്ക് തിരിച്ചിറങ്ങാൻ അറിഞ്ഞൂടല്ലോ. എന്റെ ഈ ഇക്കയാണോ തെങ്ങ കയറി തേങ്ങ ഇടാൻ പോന്നെ? അല്ല, എന്നിട്ട് കത്തിൽ എന്തായിരുന്നു എഴുതിയിരുന്നേ? അതിൽ അമ്പിളി എഴുതിയേക്കുന്നത്. നീ എന്നെ പറഞ്ഞു നാണം കെടുത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയും. പറ. അതിൽ എഴുതിയേക്കുന്നത് ഈ മാസം കുറച്ച് ടൈറ്റാണ്, ആ മോതിരം ഒന്ന് പണയം വെക്കാൻ തരണോ. അപ്പൊ അമ്പിളിമോന്റെ ATM നീയായിരുന്നാ? കല്യാണത്തിന് മുമ്പേ നീ അമ്പിളിയെ സഹായിച്ചു തുടങ്ങിയിരുന്നോ? അത് പിന്നെ അമ്പിളിക്ക് സഹായിക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? എന്നിട്ട് എന്നെ കുമാരി ഒന്നും സഹായിച്ചിട്ടില്ലല്ലോ. അത് കുമാരി ചേച്ചി, ഇത് ഷാഹിന. എന്തായാലും സഹായിച്ച് ആ മോതിരം പിന്നെ ഇതേവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞമ്മ, എന്താ ഇവിടെ പരിപാടി? നാളികേരം പറിച്ചു കഴിഞ്ഞിട്ടേ അത് എണ്ണീട്ട് ചാക്കിൽ കയറ്റുക. ആരോട് വെച്ചിട്ട്? ഇവിടെ ആവശ്യമുള്ള നാളികേരം അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലോ. അയ്യോ, ഇത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ല കുഞ്ഞമ്മേ. പിന്നെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ പുറത്തു കൊടുക്കാറാ പതിവ്. വാപ്പ അത് കച്ചവടം ചെയ്യുന്നേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് കുഞ്ഞമ്മ ജയിലിലായിരുന്നില്ലേ? ഈ തിരക്കിന്റെ ഇടയ്ക്കേ ജയിലിൽ വന്ന് പറയാൻ പറ്റിയില്ല, സോറി. അയ്യോ, ആക്കിയതായിരിക്കും അല്ലേ? ഒരുപാട് ഓവറാവല്ലേ കേട്ടോ. അതെന്താന്നറിയോ രാധേച്ചി, സാധാരണ കഴിഞ്ഞ മാസമാണ് രാഘവൻ വന്ന് തേങ്ങ ഇടേണ്ടത്. രാഘവന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഈ മാസത്തേക്ക് മാറി, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ജീവനോടെ ഉള്ളപ്പോ ആരോട് ചോദിച്ചിട്ടാ ഈ രാഘവൻ തെങ്ങല് കയറിയത്? കുഞ്ഞമ്മക്ക് തെങ്ങേറാൻ അറിയോ? എന്റെ അപ്പുണ്ണിയ, അപ്പൊ വെറുതെ ഇതിന് ഈ രാഘവന് പൈസ കൊടുത്ത് നമ്മൾ തെങ്ങയിലൊക്കെ കയറ്റിയത്? പിന്നെ അടുത്ത മാസം മുതൽ കുഞ്ഞമ്മ കയറിക്കോ തെങ്ങില്. കുടുംബടക്കം പരിഹസിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഓവറാവല്ലേ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തറവാട് ആശ്രമത്തിന് എഴുതി കൊടുത്ത് കഴിഞ്ഞു. ഇനി ഈ വീട്ടില് ഒരു കരിയില അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. അതെന്ത് പറച്ചില്ല രാധേച്ചി? ഇപ്പൊ ഈ പറഞ്ഞതിനകം തന്നെ എത്ര കരിയില ഇവിടെ കിടന്ന് അനങ്ങിയിട്ടുണ്ടെന്നല്ലോ. ഒരു കരിയില പോലും രാധേച്ചി ഞാൻ അനങ്ങിവിട്ടെ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഷാഹിന, നിന്റെ ഉമ്മയോട് മര്യാദക്ക് മിണ്ടാണ്ട് അടങ്ങി ഒതുക്കി നിന്നോളാം പറഞ്ഞോ, ഇല്ലെങ്കിൽ കാല് വാരി ഞാൻ നിലത്തടിക്കും. ഉമ്മയുടെ കാലേ വാരി നിലത്തടിക്കുമെന്ന്? ഉമ്മയുടെ അല്ല, നിന്റെ. അതിന് ഞാനെന്താ ചെയ്തേ? നിന്റെ ആണല്ലോ ഉമ്മ. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കെ. കുഞ്ഞമ്മയുടെ കൂടെ രാത്രി കിടക്കുന്നത് ഞാനാ. എന്തെങ്കിലും എന്നെ ചെയ്താലോ അനുഭവിക്കേണ്ട ഞാനല്ലേ, അതുകൊണ്ട് ഒന്നും മിണ്ടല്ലേ. അപ്പുണ്ണി, ഈ തേങ്ങ എല്ലാം വാരി പറക്കി പത്തായപ്പുരയിലേക്ക് വെച്ചോ. എണ്ണ എനിക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കരുത്. ഒരെണ്ണം പോലും മാറ്റി വെക്കാതെ എല്ലാം എടുത്ത് പത്തായപ്പുരയിലേക്ക് വെച്ചോ. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ അതിന്റെ ദൂഷ്യം എന്താണെന്ന് അറിയാലോ നിനക്ക്. ഷാഹിന, നിനക്കും അറിയാലോ. ഞാനൊന്നും എടുത്തു നോക്കൂല്ലോ കേട്ടോ നാളികേരം. അപ്പുണ്ണിയേട്ടൻ അങ്ങനെ പറയല്ലേ. അപ്പുണ്ണിയേട്ടൻ ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ ചെയ്യേണ്ടി വരും. നീയാണ് ചെയ്തോ. അപ്പുണ്ണി, ഈ തേങ്ങ എടുത്ത് അറയ്ക്കകത്തോ പത്തായത്തിനകത്തോ എവിടാന്ന് വെച്ചാ വെച്ചോട്. ഇനി ആ മമ്മദിനോട് ഞാൻ എന്ത് പറയുമെന്നോ. എന്ത് പറയാനാ? ഇവിടെ ഒരു ഭയങ്കര സ്ത്രീ ഉണ്ട്, അവര് തേങ്ങ ഒന്നും തന്നില്ല നിങ്ങൾ പറയണം. അതൊക്കെ പറഞ്ഞാൽ നാണക്കേടാവൂലേ. ഷാഹിന, വാപ്പ് ഇറങ്ങാൻ മോളെ. അപ്പൊ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇനിയിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ചുണ്ടത്ത് വെക്കുമ്പോഴായിരിക്കും അവര് പറയുന്നത് ചായപ്പൊടി എടുത്തത് ആരോട് ചോദിച്ചിട്ട്. നമ്മളില്ലേ അത് തന്നെ. തെങ്ങ കിടന്ന തേങ്ങ ഇപ്പൊ ചാക്കിനകത്ത് കയറിയിരിക്കുന്നു. നിങ്ങളുടെ പുതിയ മൊലാളിയുടെ ഭരണപരിഷ്കാരമാ അവിടെ കേടാ. നിങ്ങളുടെയൊക്കെ ഒരു വിധി. ഇല്ല അമ്മതേ, അത് നടക്കൂല. കൊട്ടിലപ്പാട്ട് തേങ്ങ നമുക്ക് കിട്ടൂല. അത് കൊട്ടിലപ്പാട്ട് പുതിയ മുഖ്യമന്ത്രി വന്നു, പഴയ മന്ത്രി മാറി. അത് പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം പറയാനുള്ള കഥയുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് എനിക്ക് അങ്ങോട്ട് വരക്കം നടക്കൂല. ഇല്ലല്ല, നീ വിഷമിക്കണ്ട, നമ്മളിന്ന് പുതിയ ലോഡറാക്കും. ഞാനിവിടെ ഇരിക്കൂല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. പിന്നെ അവർ ചായ കുടിക്കാനൊക്കെ പറഞ്ഞു, ഞാൻ കുടിക്കാൻ പോവല്ലേ. തേങ്ങ തരാതെ നമ്മളെ അതൊന്നുമില്ല. അതേ വരുന്നു, നമ്മളിന്ന് പുതിയ ലോഡ് ഇറക്കും. ധൈര്യമായിട്ട് വെച്ചോ. ശരി, ഓക്കെ.
പോയില്ല ഇതുവരിക്കും. ഇതാ പോവുക. ഇതാ പോവാന്ന് പറഞ്ഞ് കൊറേ നേരം ആയല്ലോ നിക്കാൻ തുടങ്ങിട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ഇവിടെ ഉള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെ, ബന്ധുക്കാരൻ കൂടുതൽ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ? അതെ, ബന്ധുക്കാരൻ. അതെ. നിങ്ങള്? ഞാൻ ആരാന്ന് അറിഞ്ഞൂടെ? ഇവിടുത്തെ സീതേച്ചിയുടെ അനിയത്തിയല്ലേ? അതെ. അതായത് സീതേച്ചിയുടെ അച്ഛന്റെ അനിയന്റെ മോള് ബന്ധുക്കാരി. പറഞ്ഞു വരുമ്പോ എന്റെ അത്ര പോലും ബന്ധുത്വം കൊട്ടിലെ പാടുമായിട്ടില്ല. ഷാഹിനയുടെ വാപ്പയാണെന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഞാൻ പരിഗണന തരുന്നത്. അയ്യാ, ഒന്നും കൊണ്ടല്ല. എന്റെ ഹസ്തകണക്കുള്ള ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ ഹസ്തപ്രജ്ഞയായി പോയി, അതാണ് കാര്യം. അല്ലാതെ എന്നെ ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എവിടുന്ന വരുന്നത് അറിയാമോ? എവിടെന്ന്? അങ്ങ് ജയിലിന്ന്. എനിക്കൊരാളെ കൊല്ലാനും മടിയില്ല. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ കണ്ണ് രണ്ട് ഗോലി കണക്ക് തള്ളി പുറത്തു വരണം. ഇതങ്ങനെ ദേഷ്യപ്പെടുമ്പോ മാത്രമേ ഉള്ള. ഭയങ്കര ചിരിയാണല്ലോ. മുട്ട കോമഡിയാവാ. നല്ല സാധനങ്ങളെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഒന്ന് പറയാമോ? അല്ല, ഇത് ഞങ്ങളുടെ ഫാമിലി കോമഡിയാ. എന്നാ കേക്കട്ട. അതെ. അല്ലടാ, നീ ഇത്ര നേരം എവിടെ പോയി കയറുന്നു? ഞാനോ? എന്റെ പൊന്നെ, ഷാപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ മറ്റേ ശർക്കര ഇട്ട തലക്കറി കഴിക്കാനായിട്ടേ ഭയങ്കര തിരക്ക്. ഞാൻ തെക്കി തിരക്കിയല്ല എന്റെ കോട്ട പോലും മേടിച്ചത്. ആണോ? പിന്നെ എന്താണ് ശർക്കര ഇട്ട തലക്കറി? അത് മുട്ട കോമഡിയാ. ഈ ഷാപ്പിൽ കറി വെക്കുന്നവര് ഇന്ന് അടിച്ചത് ഇച്ചിരി കൂടിപ്പോയി. അവൻ കുടമ്പുളിക്ക് പോരെ എടുത്തിട്ട് ശർക്കരയാ. പക്ഷെ സാധനം കയറിയെങ്കിൽ ഹിറ്റായി. അവിടെ മൊത്തം ഇപ്പൊ ചാനലുകാരുടെ ബഹളവാ. അതാണ് അവസ്ഥ. ഹായ് സീതേച്ചി. സീതേച്ചിയുടെ വണ്ണം കുറച്ച് കൂടുന്നുണ്ട്, ഡയറ്റ് ചെയ്യണം. അത് സീതേച്ചിയല്ല, പിന്നെ സീതേച്ചിയുടെ അനിയത്തി രാധേച്ചി. ആണോ? ഹായ് രാധേച്ചി. അപ്പൊ സീതേച്ചി എന്ത്? സീതേച്ചി ആശ്രമത്തിൽ സന്യസിക്കാൻ പോയി. സന്യസിക്കാനും? ആ സന്യാസിമാരുടെയൊക്കെ ഒരു വിധി. എന്ത്? അല്ല, സന്യസിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിക്കുമായിരുന്നു. ഓ, അതോ? അത് ഇവിടുത്തെ ആൾക്കാരുടെ ഗുണവധികാരം കൊണ്ട്. അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരും. ഞാനിപ്പോ തേങ്ങ ഇട്ടെന്റെ പൈസ തരുമായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. അതായത് രാഘവ, കഴിഞ്ഞ മാസം വരെ ഞാനും നീയുമായിട്ടായിരുന്നു ഡീൽ. ഓക്കെ. കാരണം ഇവിടുത്തെ തേങ്ങകൾ എടുക്കുന്നതും കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നത് ഞാനായിരുന്നു. അതെ. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കൂലി തന്നുകൊണ്ടിരുന്നത്. ഈ മാസം മുതൽ ഞാൻ ഇവിടുത്തെ തേങ്ങ എടുക്കുന്നുമില്ല, കച്ചവടം ചെയ്യുന്നുമില്ല. അപ്പൊ നിങ്ങൾ സേഫായി. അതെ. പിന്നെ അപ്പുണ്ണിയോട് പണിക്കാശ് ചോദിക്കാമെന്ന് വെച്ചാൽ അപ്പുണ്ണിക്ക് ഇവിടത്തെ തേങ്ങയിൽ ഒരു അവകാശവും ഇല്ലെന്നാണ് ഇവിടത്തെ ചില ഭരണകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് അപ്പുണ്ണിയും നിനക്ക് പണിക്കാശ് തരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അപ്പുണ്ണിയും സേഫായി. അതെ. അപ്പൊ എന്റെ കാശ് ഞാൻ ആരോട് ചോദിക്കും ഇപ്പൊ? നിന്റെ പണിക്കാശ് ഇപ്പൊ ഇവിടെ ചില പുതിയ ഭരണാധികാരികളുണ്ട്, അവരോട് ചോദിക്ക്, നിനക്ക് തരും. എന്നാ ഞാൻ പൊക്കോട്ടെ. അതെന്നെ ചിരിച്ചിട്ട് പോണേ. അയാളുടെ തലയ്ക്ക് ഓളം വെട്ടാന്നാ തോന്നണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.